തട്ടിപ്പുകാരെ പൂട്ടാൻ. കോട്ടയത്ത് ആർമി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ തട്ടിപ്പ് നടത്താൻ ശ്രമം. കോട്ടയം നഗരത്തിലെ മാർക്കറ്റിൽ തേയില മൊത്തക്കച്ചവടം നടത്തുന്ന മുഹമ്മദ് അമീനിൽ നിന്നാണ് പണം തട്ടാൻ ശ്രമിച്ചത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് ഗുജറാത്തിൽ നിന്നുള്ളവരെന്നാണ് വിവരം. ഫെബ്രുവരി 12-നാണ് അമീനെ തേടി ആദ്യ കോൾ എത്തുന്നത്. NCC ഉദ്യോഗസ്ഥനാണെന്ന് തട്ടിപ്പുകാരൻ സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം പാറമ്പുഴയിലെ NCC ക്യാൻറ്റീനിലേക്ക് വേണ്ടി 500 കിലോ തേയില വേണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം പല ക്വാളിറ്റിയുള്ള തേയിലകളെ കുറിച്ചുള്ള വിവരങ്ങൾ അമീൻ കൈമാറി. തുടർന്ന് ഈ തേയിലകളിൽ നിന്നും ഒരു തേയില ഇയാൾ തിരഞ്ഞെടുത്തു. കൂടിയ ഇനം തേയിലയാണ് തട്ടിപ്പുകാരൻ തിരഞ്ഞെടുത്തത്. തുടർന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അമീനുമായി സംസാരിക്കുകയായിരുന്നു. അമീനെ വിശ്വാസത്തിലെടുക്കാൻ യഥാർത്ഥ GST നമ്പറാണ് തട്ടിപ്പുകാർ നൽകിയിരുന്നത്. ഇത് പരിശോധിച്ചപ്പോൾ ആർമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാണ് അമീന് കൂടുതൽ വിശ്വാസത്തിലായി. ഇതിനുശേഷമാണ് യഥാർത്ഥ തട്ടിപ്പിലേക്ക് പ്രതികൾ കടന്നത്. കാരണം 7 വർഷത്തെ കോൺട്രാക്റ്റിനു വേണ്ടി ഒരു 200 രൂപ നടക്കണം എന്ന കാര്യം പ്രതി അമീനോട് പറഞ്ഞു. ഇത് അടക്കേണ്ട രീതിയാണ് രസകരം. ബാങ്ക് അക്കൗണ്ടിലേക്കോ ഒന്നുമല്ല, ഒരു ലിങ്ക് അയക്കും. ആ ലിങ്ക് വഴി കയറി പണം അടച്ചാൽ മതി എന്നാണ്. അമീന് തട്ടിപ്പാണ് എന്ന് കൃത്യമായി മനസ്സിലായി. ഇയാൾ അമീനെ ഉപയോഗിച്ച് പല വഴിയിലൂടെയും ലിങ്കിൽ കയറി ഒരു 10 രൂപയെങ്കിലും അടയ്ക്കൂ എന്ന രീതിയിലേക്കടക്കം തട്ടിപ്പുകാരൻ പോയിരുന്നു. പൈസ അയക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് അക്കൗണ്ട് ത്രൂ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. അതിന് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ തരുന്ന ലിങ്ക് ത്രൂ നിങ്ങൾ ചെയ്താൽ മതി, ഒരു കാരണവശാലും ഞാൻ ആ ലിങ്ക് ത്രൂ പേയ്മെന്റ് ചെയ്യൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ആർമി ക്യാൻറ്റീനിൽ നേരിട്ട് ചെന്നു. അദ്ദേഹം അവിടുത്തെ ഓഫീസറുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇല്ല. അവരുടെ ക്യാൻറ്റീനിലെ പർച്ചേസിംഗ് മെത്തേഡും ഇതല്ല, അവരുടെ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് മെത്തേഡാണ്. ലിങ്കിൽ കയറി പണമടയ്ക്കാൻ നിർബന്ധിച്ചതോടെ ഇത് തട്ടിപ്പാണെന്ന് അമീന് മനസ്സിലായി. പാറമ്പുഴയിലെ NCC ക്യാമ്പിലെത്തി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള തട്ടിപ്പ് സംഘമാണെന്ന് വിലയിരുത്തുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വരാം. ആർമിക്കാരായി, ED ഉദ്യോഗസ്ഥരായി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായി ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക എന്ന സന്ദേശം കൂടി അമീൻ ഇവിടെ നൽകുന്നുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.